നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയെന്നല്ല, അടിപൊളി ഒരു തുള്ളി എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാത്ത നല്ല അടിപൊളി ഒരു റൈസായാലോ. നോമ്പായിട്ട് അടുപ്പിച്ച് പിടിക്കണ്ട. അപ്പോൾ ഇത് നല്ല അടിപൊളി ഒരു റൈസായാലോ. നമുക്ക് നോമ്പ് തുറക്കുമ്പോഴത്തേക്കും ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യാം, അധികം പണിയൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റിൽ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ പോകാം നമ്മുടെ തട്ടിക്കൂട്ട് റൈസിലേക്ക്. കാര്യം നല്ല ടേസ്റ്റ് ആണെങ്കിലും ഇതുപോലെ കുക്കറിൽ വെച്ച് നിമിഷ നേരം കൊണ്ട് അധിക പണിയൊന്നും എടുക്കാതെ തട്ടിയെടുക്കാൻ പറ്റുന്ന എന്നാൽ ഒരു ഇച്ചിരി ഇഞ്ചിയോ പച്ചമുളകോ സവാളയോ ഒന്നും വേണ്ടതാനും ഒരു തുള്ളി എണ്ണയോ നെയ്യോ ഒന്നും ഇല്ലാതെ തന്നെ എന്നാൽ ടേസ്റ്റിന് വല്ല കുറവുണ്ടോ അതുമില്ല. നോമ്പ് പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ കഴി ഇതേപോലെ നമ്മുടെ കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുക്കുന്ന ഏത് അളവാണോ ആ പാത്രത്തിൽ 2 പാത്രം വെള്ളം കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം 1.5 മതി, അധികം വേവ് വേണ്ടെന്നുണ്ടെങ്കിൽ 1.5 പാത്രം വെച്ച് കൊടുത്താൽ മതി. ഞാൻ ആ ഒരു പാത്രത്തിൽ ഒരു പാത്രം അരിയാണ് എടുക്കുന്നത്. കുതിർത്തിയൊന്നും വെക്കണ്ട. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു കുരുമുളക് പൊടി, അത് പൊടിച്ചതാണെങ്കിൽ അത്രയും നല്ലത്. അല്പം ഉപ്പും കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട്, ഗരം മസാല പൊടിയല്ല, ആദ്യം മുഴുവൻ മസാല തന്നെയാണ് ഇടുന്നത്. അത് ഇട്ട് കുരുമുളക് ഇച്ചിരി കൂടുതൽ ഇട്ടോട്ടെ, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇതേപോലെ വെച്ച് 2 വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം ഞാൻ ആ പാത്രത്തിൽ നിറയെ ഒരു പാത്രം അരി എടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് കഴുകി ജസ്റ്റ് ആ കുക്കറിൻ്റെ വിസിൽ പോകുമ്പോഴത്തേക്കും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കണ്ട, അതിലൊരു ആ ചിക്കൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓയിൽ അതിൻ്റെ മുകളിൽ വന്ന് കിടപ്പുണ്ടാവും. ആ ഒരു എണ്ണ മാത്രം മതി നമുക്ക് ഈ റൈസ് വെന്ത് കിട്ടാനായിട്ട്. അതിലേക്ക് ഒരു നുള്ളു ഗരം മസാലയും കൂടി ഇട്ട് ഇതേപോലെ കുക്കറിൽ ഒരു 2 വിസിൽ അടിക്കുമ്പോഴത്തേക്കും അടിപൊളി റൈസ് തയ്യാറാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അത് വെറുതെ പറയുന്നതല്ല, കഴിച്ച് തന്നെ നോക്കുക. ഒരു തുള്ളി എണ്ണയോ നെയ്യോ ഒന്നും ഇല്ലാതെ നല്ല അടിപൊളി ടേസ്റ്റിൽ സൂപ്പർ ബിരിയാണിയേക്കാളും ടേസ്റ്റാണ് കേട്ടോ. കഴിച്ചു നോക്കും. സിമ്പിൾ റെസിപ്പിയാണ്. ഡയറ്റുകാർക്ക് ലഞ്ചായിട്ടും എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പ്രോട്ടീൻ റൈസ് കൂടിയാണ്. റൈസ് കുറച്ചും ചിക്കനുമായിട്ട് കഴിക്കുക. അപ്പോൾ ടാറ്റാ.